കുഴപ്പമില്ലല്ലേ നടക്കെ ഞാൻ പോകുമ്പോ ചെറിയ ആള് വേണേനു പിടിക്കാൻ അത് കുറച്ച് നടന്ന ഏലാകുന്നവരെ ഉണ്ടാവും പറഞ്ഞു അങ്ങനെ കണ്ടിട്ട് സമാധാനായ. അപ്പോൾ അങ്ങനെ നമ്മൾ ചേച്ചി തിരിച്ച് വീട്ടിലെത്തി, ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി. ചേച്ചി വിഷുട്ട വലിമ വന്നില്ലേ? നമ്മള് രാവിലെ കാത്തുക്കുന് വലിമ ഇന്ന് വരുന്നല്ലേ, രാവിലെ അറിഞ്ഞുകൊണ്ട് കൊറേ ടൈം പക്ഷെ ഓരോ കാര്യവും അവിടെ എത്തിയാലേ നമുക്കറിയാലോ. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ അന്നേരം എന്നെ ഒരേ നോട്ട് നോക്കുന്നവന് മറന്നു പോയി തോന്നുന്നു. ചേച്ചി എത്ര ദിവസമായി ഇന്നത്തേക്ക്? ഞാൻ 5 അപ്പോൾ ഇന്ന് ചേച്ചി ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ നമ്മൾ രാവിലെ മുതലേ എങ്ങനെ അതിൻ്റെ ഇതിങ്ങനെ ആയി വരുന്നവരൊന്നും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയി. ഇപ്പോൾ ഏകദേശം 5-5:30 മണിയായി നമ്മളിവിടെ എത്തുമ്പോഴേക്ക്. അങ്ങനെ ചേച്ചിയുടെ എത്തി. നമ്മൾ ഇന്ന് പറഞ്ഞാൽ ഇവിടെ വന്നൊന്നും അറിയിക്കാന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം മുന്നിൽ നമ്മൾ അമൃത ടിവിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അമൃത ടിവിയിൽ ബെസ്റ്റ് ഫാമിലി ആയിട്ടുള്ളൊരു അവാർഡ് നമുക്ക് അമൃത ടി വി വലിയൊരു പരിപാടിയായിരുന്നു. അവാർഡ് നൈറ്റ് വലിയൊരു അവാർഡ് പരിപാടിയായിരുന്നു. അപ്പോൾ ആ പരിപാടിയിൽ നമ്മളവർ ക്ഷണിച്ചു. പോപ്പുലർ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്തുന്നു കേട്ടോ. കാരണം ആ പരിപാടി ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ടി വിയിൽ വരും. അന്ന് പോയവരുള്ള കുറേ അവിടെ പോയവരുള്ള നമ്മളെ കാഴ്ചകളും അനുഭവങ്ങളും നമുക്ക് കണ്ടിട്ട് വരാം. ഹായ്. അപ്പോൾ നമ്മള് കൊച്ചിയിലാണുള്ളത്. അപ്പോൾ ഇന്ന് അമൃത ടിവിന്റെ പരിപാടിയിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും കീഴാണ്. അതെ, ഇത് ഇങ്ങനത്തെ ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. ഇത് കവി റമി സ്റ്റൈൽ ഓരോരോ പേരുണ്ട്. അപ്പൊ അവരെ എനിക്ക് പരിപാടിക്കായിട്ട് ഇടാൻ വേണ്ടി അടിച്ചു തന്ന ഡ്രസ്സായത്. അതിന്റെ പേര് കൊടുക്കട്ടാ. ഇത് ഒരുപാട് ഇതാലത്തെ മോഡൽ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വരി 1-2 നമ്മള് ഷോർട്സിൽ ഇട്ടിരുന്നു. കൈ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് യൂസ് ആക്കുന്നത്. അപ്പൊ റമി താങ്ക്സ്. രമേശി താങ്ക് യു. നല്ല രസമുണ്ട് കേട്ടോ കളറും. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് അല്ലേ. നല്ല രസമുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഋതുകൂടി ഉണ്ട്. ഇപ്പൊ ബസ് താല് കാത്തേക്കെന്ന് പറഞ്ഞു കവി. ബാക്കി ഇന്ന് പാമ്പന്നിയെ കുത്തുന്നതാണ്. എനിക്ക് ഇതല്ലാണ്ട് വേറെ ഹെയർ സ്റ്റൈൽ അറിയില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ നോക്കുമ്പോ ഇനിയിപ്പോ ഒരു ഹെയർ സ്റ്റൈലും കിട്ടൂല, കാരണം തിരക്കായില്ലേ പോവാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ ഒന്ന് കിട്ടിയാലും എങ്ങനെ കട്ടിലേക്ക് ഇവന് ഇവിടെ പാട് നടക്കാൻ സ്ഥലമുണ്ടേ. നമ്മളെ വീട്ടിലത്തെ പോലല്ല. ഇവിടെ വെച്ചാൽ വേറെ ഒരു താലേക്ക് പോകാൻ വേണ്ടിയില്ലല്ലോ. അപ്പൊ ഫുൾ നടക്കാനാണ്, എല്ലാവരും നടക്കുന്നതിന്റെ പരിപാടി. ഋത്തിക കീഞ്ഞാ പോവാന്നല്ലേ. ഇങ്ങനെയുള്ളൂ കേട്ടാ. താങ്ക് യു. ആരൊക്കെ ഒരാൾ പറഞ്ഞല്ലോ. ഇതാട്ടോ ഹോട്ടല് മെർമെയ്ഡ്. നമ്മളെ വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇതാട്ടോ അമൃത ടിവിന്റെ വണ്ടിയാണ്. എന്തെല്ലാം വിശേഷം? എല്ലാം അടിച്ചു വിളിച്ചല്ലേ നിങ്ങൾ ഹോട്ടലില്? ഹായ് ഹായ്. ശ്രദ്ധിക്കണോനെ, ഓരോരു കണ്ണുവേണോ ഓടിക്കണമെന്നുണ്ട്. അത് വിട്ടാ ഞാൻ ഓടിക്കാം. ഭയങ്കര സന്തോഷം കേട്ടോ. എന്താ പറയാ, നമ്മളിവിടെ വരുമ്പോ നമുക്ക് എല്ലാ വീട്ടിലെ പോലെ ആൾക്കാർ കേട്ടോ, എല്ലാവർക്കും അറിയുന്നവർ തന്നെ. അതുകൊണ്ട് നല്ല സന്തോഷം. ഹായ്. ഇവിടെ കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്നേ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് അമൃത ടിവിയിൽ എത്തിയേട്ടാ. ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം. അമൃത ടിവിയുടെ കഴിഞ്ഞ 20 വർഷത്തെ വന്ന പ്രോഗ്രാംസും അതിൻ്റെ ഡീറ്റെയിൽസും ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ സ്റ്റേറ്റ് അവാർഡും കഴിഞ്ഞ ഒരു 20 വർഷത്തെ അമൃത ടിവിയുടെ യാത്രയെക്കുറിച്ചുള്ള ഒരു ഒന്ന് നടന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മൊത്തം ടി വി ചാനൽ പരിപാടി അല്ലേ? അമൃത ടിവിന്റെ ഇവിടെ വന്നു. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായി. അപ്പൊ ഇനി മേക്കപ്പിന്റെ പരിപാടിയാണെന്നാ പറഞ്ഞത്. അങ്ങനെ ആൾക്കാരെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു കേട്ടോ, കുറെ പേരുണ്ട്. അപ്പം മേക്കപ്പിന്റെ റൂമിലേക്കാണ് പോകുന്നത്. എന്തിനാന്നറിയില്ല.
മേക്കപ്പിന്റെ റൂമിൽ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാ. ആശിഷ് തോമസ് ആണ് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം നമ്മൾ തന്നെ ചെയ്തത്. ഇപ്പോൾ ചെയ്യുന്നുണ്ട്, അടിപൊളിയാണ്. ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ കൈകൊണ്ട് വെല്ലോണ്ട് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തോളൂ, നല്ല രസമുണ്ട്. എന്താ പരിപാടി നിനക്കറിയില്ല, പക്ഷെ ഭയങ്കര ഒരു സംഭവം കേട്ടോ പുള്ളി. പിന്നെ അടിപൊളി. ബ്രോണി ശരിക്കും വീട് എവിടെയാ? എന്തല്ലോ വിശേഷം? നല്ല വിശേഷം. എന്താ എന്താ കൃഷി ചെയ്യാനാണോ? കണ്ണൂര് വരുന്നുണ്ടാ? വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്കോ? ഓക്കെ. ഈ പാമ്പുകൊത്തൽ സ്റ്റൈലിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇത് കൊടക് കർണാടകത്തിലുള്ള സ്റ്റൈലാണ്. ഇത് ഇവിടെ കേരളത്തിൽ ഉണ്ടാ? കണ്ടപോലെ അങ്ങനെ കേരളത്തില് കുറവാന്ന് തോന്നുന്നു. ഇവന്റെ മുടി സെറ്റ് ആക്കുന്നുണ്ടാ? ഹലോ, എന്തുണ്ട്? സുഖമാണോ? ഇല്ലെന്ന് ഞാൻ നേരെ വരികയല്ലേ ഇവിടെ. മുങ്ങിയതാണല്ലേ? ഓക്കെ, പരിപാടി ഒരു കൊഴുക്ക് പുറപ്പാണ്. അയ്യോ, പ്രസവിച്ച സമയത്ത് വന്നിയാണ്. കുട്ടി ചെറുതായിരിക്കും. നമസ്കാരം. നമസ്കാരം. ഇത് കർണാടകയാണ് കേട്ടോ ഇവര്. അപ്പൊ കർണാടക സംഗീതം വേറൊരു ചിന്നത്ത മല്ലിക ഹുവേ കുട്ടി കിട്ടും. ഇല്ല, വന്നില്ല. ഞാൻ ഇവിടെ വന്നില്ലോ. ഇത് വൈഫ്, കുട്ടി എല്ലാരും കൂടി വന്നു. എല്ലാരും ഉണ്ടോ ഇന്ന്? എം ജി അണ്ണൻ എല്ലാരും ഉണ്ടാ? ഒരു സംഭവമാണ് കേട്ടോ എന്റെ മോനെ. ശ്വേതാജി നമസ്കാരം. ആ ഇല്ല, കുറച്ചൊക്കെ നമ്മൾ താഴെ അപ്പുറത്തുണ്ട്. ശരിമ്പോ കല്യാണത്തിന് വരാതെല്ലാം വിചാരിക്കണം. ദൂരത്താണ് കല്യാണം, പറഞ്ഞു തരും, പോകാൻ പറ്റിയില്ല. എന്നിന്റെ വൈഫെല്ലാം തന്നെ അല്ല, പാകിസ്ഥാനിൽ പോയ വീഡിയോ നമ്മളെല്ലാം വന്ന് വളരെ കണ്ടോണ്ടായി കേട്ടോ. അത്ഭുതം, ഭയങ്കര രസമായിരുന്നു കേട്ടോ. പറയുന്നുണ്ടായി നമ്മൾ വീട്ടിൽ നിന്ന്. എന്നാൽ നന്നായി, അടിപൊളി. രതീഷേട്ട് നേരം മുല്ല നമ്മളെ നോക്കാൻ ഇവിടെ വീഡിയോ എടുത്തു. ഇത് നമ്മളെ മുത്ത് ചേട്ടാ. എന്താ വിശേഷം? ഉഷാറുണ്ട്. നേരിട്ട് അന്ന് കണ്ടിട്ടില്ല. ഓ, നിങ്ങള് കണ്ടില്ല അല്ലേ? ശരി ശരി. അന്ന് കണ്ടിട്ടില്ല കൊച്ചിയിലെ. അതെയാ? ഓ, നല്ല ആക്ടിങ് ആണ് കേട്ടോ. എല്ലാവരും ആക്ട് ചെയ്തതാണെന്നറിയോ? പ്രഷ്യസ് ബോയ്. പിന്നെ സാഡ് വീഡിയോസ് ഒക്കെ ആക്ട് ചെയ്യണം കേട്ടോ. നമുക്ക് അവിടെ ഇരിക്കാം. ഒരു സമോസ ഉണ്ട്, ഒരു ബിസ്ക്കറ്റ്, ഒരു ജിലേബി ഉണ്ട്. നിങ്ങൾ ഓപ്പൺ ആക്കിയില്ല? മധുരമുള്ളതല്ലേ? അങ്ങനെ പാല് കൊടുത്തു. ഇനി നമുക്ക് മുകളിലേക്ക് മേക്കപ്പ് എല്ലാം ഇട്ടിട്ട് ആളുകൾ മാറിയോണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് എന്തോ ഒരു ഇതുവരെ ചെയ്യാത്ത കൊണ്ട് ചെയ്തിട്ട് എന്തോ ഒരു എനിക്ക് പിടിക്കുന്നില്ല. മുഖത്തിനെന്തോ ഒരു ആണക്കുണ്ട്. എന്തോ മുഖത്ത് പ്രത്യേകിച്ച് എണീച്ച് കാണുന്നുണ്ട് സാധനം ചെയ്തുകൊണ്ട്. ഇതാണ്ടിട്ടിട്ട് സിനിമക്കാര അവാർഡിൻ്റെ പരിപാടിക്ക് ആദ്യം സിനിമക്കാരനോട് ഇതുപോലെ ചോദിച്ചിട്ട് ഇതാക്കും. അതുപോലെ ഞാൻ തോന്നുന്നുണ്ട് ഇവിടെ ഇപ്പൊ റെഡ് കാർപ്പറ്റ് പറഞ്ഞിട്ട് എന്തോ ഉണ്ടല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഇവനെ കൂട്ടിയതായാലോ തന്നെ. അപ്പൊ അവര് പറഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് പോവാണ്. ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 റെഡ് കാർപ്പറ്റിൽ നിൽക്കുമ്പോൾ എന്റെ പുറകെ നിങ്ങൾ കുറച്ച് കച്ചൊക്കെ ഇന്ന് കേട്ടുകൊണ്ടുവരാം. പക്ഷെ നമ്മുടെ കൂടെ ഒരു സ്വീറ്റ് കുടുംബം തന്നെയുണ്ട്. KL ബ്രോ ആൻഡ് ഫാമിലി. ഞാൻ വിചാരിച്ചു മോളുടെ വീഡിയോയിൽ
ഹലോ ഹലോ നൈസ് ടു മീറ്റ്. കുട്ടിയിലിട്ട് പഠിച്ചു തുടങ്ങിയിട്ടാ. ഇതിന് പ്രത്യേകിച്ച് പഠിക്കൊക്കെ വേണം. ആണല്ലേ? ഇഷ്ടപ്പെട്ടോ നിനക്ക് സിംഹം? ഒരു തരട്ടാ. അതിര, പാർവതി, ജ്യോതിക. ജീവിതത്തിലെ സ്വപ്നങ്ങൾക്ക് പരിധികളില്ല എന്ന് തെളിയിച്ച കുടുംബം. പരിധികളില്ല അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന ടീമാണ്. നമ്മളൊക്കെ 3 മില്യൺ ഫോളോവേഴ്സ് മൊത്തം എന്ന് പറഞ്ഞ് കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ചില മോട്ടിവേഷൻ കിട്ടൂലേ, അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് മോട്ടിവേഷൻ തരുന്ന ടീമാണ് ഈ ടീം. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ കീപ്പ് ഓൺ ഡൂയിങ് ദ സെയിം തിങ്. അപ്പോൾ വളരെ സന്തോഷം, കാണാൻ പറ്റിയ സന്തോഷം എന്ന് വെച്ചാല് നമ്മളിങ്ങനെ കണ്ടോണ്ടുണ്ട്, വീഡിയോണ്ടുണ്ട്. ഒരു എന്താ പറയാ, മോട്ടിവേഷൻ തന്നെ അങ്ങനെയാണല്ലോ. ഒരു പെട്ടെന്നൊരു എനർജി കിട്ടുന്ന സംഭവമാണ്. അപ്പൊ അത് ഓരോ സ്ഥലത്ത് ചിരിപ്പിച്ചുകൊണ്ട് ചെയ്യുമെന്നൊരു അത്രമാത്രം പാടാണ്. ഇത് ഇത്രമാത്രം കൗണ്ടർ എടുത്ത ഈ വയസ്സായൊരു ചിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഒരു ആള് എന്നോട് പറഞ്ഞാണ്, മോനെ നിന്നെ കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പൊ നിനക്ക് ഇത് തന്നെ ഒരു ജോലി ആയിക്കൂടെ എന്ന് ഒരാൾ പറഞ്ഞ് അനുഗ്രഹിച്ച് വിട്ടതാണ്. ആ അനുഗ്രഹം ജീവിതത്തിൽ നല്ലൊരു മുതൽക്കൂട്ടായി. അതൊരുപാട് പേർക്ക് സമാധാനം, സന്തോഷം നൽകുന്നുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുക, തുടർന്നുകൊണ്ടിരിക്കുക. അത് തന്നെ കാണുമ്പോൾ ഒരു സന്തോഷം. ഹായ് ഹായ് ഹായ്. അവരിവിടെ പോണ്ടല്ലോ, നിങ്ങള് പഠിപ്പിച്ച് വെച്ചേക്കുവല്ലേ. നമ്മളോട് 8:30 മണിക്ക് എന്നിട്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ സമയം ഏകദേശം 4 മണിയായി. ഇത്ര സമയമായിട്ട് അവര് അവതാരകൻ മിഥുൻ പുള്ളി സ്റ്റേജിൽ തന്നെ നിൽക്കുമെന്ന് ഫുഡ് വരെ അയച്ചില്ല. അവിടെ നിന്ന് ചെയ്യുന്നു. അവിടെ നിൽക്കുന്നവരെല്ലാരും അതേ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇത്ര സമയമായി. രാവിലെ 8 മണിക്ക് തൊട്ടിട്ട് വൈകുന്നേരം 4 മണിയായി. ഇന്നും തീർന്നില്ല. രാത്രി ഏകദേശം 8-9 മണി ഉണ്ടാവും. ഏകദേശം 12-13 മണിക്കൂർ. ഭയങ്കര നമ്മള് ശരിക്കും വിട്ടെന്ന് പറയാം. കുട്ടിയുണ്ട്, കുട്ടിക്കാണെങ്കിലും അതിന് ഫ്രീഡം കിട്ടണ്ടേ. അപ്പൊ നമ്മള് പറഞ്ഞപ്പോ അവരോട് പറഞ്ഞപ്പോ അവരെ കേരവാനാണ്. ഇതേ ഹംസ ടിവിന്റെ കേരവാനിൽ അവര് റൂം തന്ന് അങ്ങനെ ഇടന്നിരിക്കലാണേ. അങ്ങനെ ഓരോരാളെന്ന് തീരുമ്പോഴേക്കില്ല. അതിനിടക്ക് എന്റർടൈൻ ആയിട്ടുള്ള ഡാൻസ് പരിപാടി. ശരിക്കും ഞാൻ വിചാരിക്കുന്നു വലിയ അവരിൽ ഇത്ര സമയം ഇരിക്കേണ്ടി വരും അല്ലേ. ഞാൻ ഇതുവരെ എനിക്ക് അനുഭവമില്ല. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് അനുഭവമില്ല. TV ചാനൽ നമ്മൾ പരിപാടിക്കലാം. പക്ഷേ എങ്കിൽ നമ്മളിപ്പോ ഈ പാട്ട് പരിപാടിക്കുന്നു കുറച്ച് ദിവസം മുന്നേ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ പരിപാടിക്ക്. പക്ഷെ വേഗമായിരുന്നു. പക്ഷെ ഇത് പാടാളുണ്ട്. ഓരോരോ ആൾക്കാർ അവരെ അറിയിച്ചാണെങ്കിൽ തന്നെ അവരെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഒരുപാട് ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുമെന്ന്. കുറേ ആൾക്കാർ നമ്മളൊക്കെ നോക്കാനും ആളുണ്ട്. ഓരോരോ ആൾക്കാർക്ക് കാര്യങ്ങളിങ്ങനെ നോക്കാനും അതാ ഒപ്പരം നടന്നിട്ട് ഓക്കെയാണ് നോക്കെ ചോദിക്കാനുള്ള ആള്. ഭയങ്കര ടാസ്ക് പിടിച്ചൊരു പരിപാടി കേട്ടാ. വേറെന്തെങ്കിലും വിശേഷങ്ങൾ? നല്ല വിശേഷം. ഹലോ, ഇനി നിങ്ങളെ ഭാവന്റെ വിശേഷം പറ. നിങ്ങളെ ഭാവന്റെ സുഖമായിട്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷം. എന്നാ കൊടകിലേക്ക് പോയി വന്നു അല്ലേ? അപ്പൊ എല്ലാം ഉഷാറ്. എല്ലാ അടിപൊളിയായിട്ട് കുട്ടികളൊപ്പം കളിക്കാൻ അധികം തോന്നുന്നല്ലേ? ഇവരെ എന്റെ അടുത്ത് വന്നിട്ട് എന്താ അറിയൂ, ഞാൻ പറഞ്ഞ അറിയില്ല എന്ന് പറഞ്ഞ് പറ്റിച്ചു. ഇപ്പൊ 1.5 മാസം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള സബ്സ്ക്രൈബേഴ്സുള്ള ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന അവാർഡ് ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് പേർക്ക് ഇന്ത്യയിൽ റൂബി ബട്ടൺ, റെഡ് യൂട്യൂബ് ആ ഒരു ബട്ടൺ കിട്ടിയിട്ടുള്ളൂ. സിൽവർ പ്ലേ ബട്ടണും ഗോൾഡൻ പ്ലേ ബട്ടണും ഡയമണ്ട് പ്ലേ ബട്ടൺ വരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു സാറ് ഉണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു ഫാമിലി കാരണമാണ്. അപ്പോ ladies and gentlemen, the most popular family award goes to KL Bro, Visual Family, Videos. ഒരു വീട്ടിലെ കോമഡിയും സ്നേഹവും വഴക്കും കളിച്ചിരികളുമെല്ലാം മൊബൈൽ ക്യാമറയുടെ ചെറിയ സ്ക്രീനിലാക്കിയപ്പോൾ പിറന്നത് ഇന്ത്യയുടെ ഡിജിറ്റൽ ലോകത്തെ റൂബി ക്രിയേറ്റർ പ്ലേ ബട്ടന്റെ തിളക്കമുള്ള വലിയ ചരിത്രം. കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ ഇരട്ടിയിലധികം സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിന്റെ എണ്ണത്തിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ ഈ ഒരൊറ്റ ചാനലിന് തന്നെയെന്ന അത്യപൂർവം. കേരളത്തിൽ ആദ്യമായി യൂട്യൂബിൽ 5 കോടി സബ്സ്ക്രൈബേഴ്സ് എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ ഫാമിലി വ്ലോഗർ. ഈ ലോകത്തെ സിമ്പിൾ ലൈഫിനെ വെർച്വൽ വേൾഡിലെ പോപ്പുലർ
മാതൃകയാക്കിയ ബ്ലോഗിംഗ് സ്റ്റാർ. വിശേഷണങ്ങൾക്കും വിശദീകരണങ്ങൾക്കും അപ്പുറമാണ് കണ്ണൂരിലെ ഈ സാധാരണ ഗുണം. തുടക്കത്തിൽ പ്രചോദനവും പ്രോത്സാഹനവും കൂടെ നിന്ന കൂട്ടുകാരന്റെ കാറിന്റെ പേര് ചാനലിന്റെ പേരാക്കി മാറ്റിയ ദ വൺ ആൻഡ് ഓൺലി KL Bro. ബെസ്റ്റ് ഫാമിലി ബ്ലോഗർ പോപ്പുലർ 2025 ബിജു ഋത്വിക്. ഇനി പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷന്റെ പോലും ആവശ്യമില്ല. എല്ലാ മലയാളിയും കണ്ടിട്ടുള്ള വീഡിയോ ആയിരിക്കും. ബിജു ഋത്വിക് and family, please come. Congratulations. വരൂ. എന്നാലും ഇതിന്റെ ഏറ്റവും വലിയ രസമാണെന്ന് അറിയാലോ. അതായത് കല്യാണം ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഈ മനുഷ്യൻ കല്യാണം കഴിച്ചിരുന്നത് വേറൊരു ഭാഷയിലുള്ള ആളാണെന്ന് അറിയുമോ അല്ലേ? നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. But before that, let's give her the award, the most popular family 2025. 25,000 rupees. ഇപ്പൊ നോക്കിയാണ് കുറച്ച് അറിയാം. പക്ഷെ രാവിലെ നോക്കിയപ്പോ സന്തോഷം, വളരെ സന്തോഷം. ഈ ഒരു നമ്മളൊരു അവാർഡ് നമ്മളെ അമ്മി ഫാമിലിയുടെ കൂടി എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മളെ ഇതുവരെ എത്തിച്ച നമ്മളെ പ്രേക്ഷകർ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഫാമിലി അംഗങ്ങളാണ്. സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയയിലെ എല്ലാ നമ്മളെ ഫാമിലി അംഗങ്ങൾക്കും നമ്മൾ ഈ ഒരു അവാർഡ് സമർപ്പിക്കുന്നത്. അവരെ നമ്മൾ എത്തിച്ചത്, അവർക്ക് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അമൃത TVൻ്റെ അവാർഡ് അന്നൂറ്റി എടുത്തു ഇപ്പോൾ എത്തും. അപ്പോൾ ഋതുവന്ന് ഫോൺ ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ അമൃത TVൻ്റെ പരിപാടിക്ക് പോയിട്ട് അവാർഡെല്ലാം വാങ്ങിച്ച് വന്നു. അപ്പോൾ അവാർഡ് നമ്മൾ ആടെ നമ്മൾ വേൾഡ്സ് ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് നമ്മളെ യൂട്യൂബ് ഫാമിലി, നമ്മളെ സോഷ്യൽ മീഡിയ ഫാമിലിക്ക് ഇത് ഡെഡിക്കേറ്റ് ചെയ്തു, എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ചു. നമ്മളതായിട്ടല്ല, നമ്മളെല്ലാവരും കൂടി നമ്മളെ കൂടെ നിന്നുകൊണ്ട് നമുക്കിടയിൽ എത്താൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു അവാർഡ് നമുക്ക് ആദ്യം ഇങ്ങനൊരു സ്റ്റേജ്, ഇങ്ങനൊരു അല്ലേ അവാർഡ് നൈറ്റിൽ ഉണ്ടേനു കിട്ടീനു ഇന്നാൾ ഒരിക്കൽ TV ചാനലിന്റെ കിട്ടിയിട്ടുണ്ട്. കണ്ണാടി കിട്ടിയിരുന്നു. അല്ല മറ്റേ വലിയ സ്റ്റേജിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, 2-3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. TV ചാനലിൻ്റെ ഷോക്ക് പങ്കെടുത്തിട്ട് വേറെ കിട്ടിയിരുന്നു. പക്ഷേ ഇതിങ്ങനെ അവാർഡ് നൈറ്റ് പോലെ കിട്ടിയത് അതേ കിട്ടുന്നത്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഇത് സമർപ്പിക്കുമെന്ന്. അപ്പോൾ ഒരു അമ്മയും കുഞ്ഞും പോലത്തെയാണ് ഇതിൻ്റെ ഒരു മോഡല്. അമൃത TV നമ്മളെ കൂടെയുള്ള നമ്മളെ കുടുംബാംഗങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്കിത് കിട്ടി. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഇത് സമർപ്പിക്കുമെന്ന്. അപ്പോൾ പുതിയ വിശേഷമായിട്ട് നമുക്ക് നാളെ വരാം. ഇതെല്ലാവരും ഏറ്റെടുത്തായിട്ട് വിചാരിക്കുന്നത്.